ലോക മുസ്ലിം സമൂഹം ഇന്നലെയും ഇന്നുമായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈദുൽ അദ്ഹ ആഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ്. രണ്ട് ആഘോഷങ്ങളാണ് ഒരു വിശ്വാസിക്ക് ഇസ്ലാം നിശ്ചയിച്ചിട്ടുള്ളത്. നമ്മളതിനെ പെരുന്നാൾ എന്ന് പറയും. പെരുന്നാൾ എന്ന് പറയുന്നത് ആഘോഷിക്കാനുള്ള ദിവസമാണ്. അനുവദനീയമായ രീതിയിൽ സന്തോഷങ്ങൾ കരസ്ഥമാക്കുകയും ആഘോഷിക്കുകയും ചെയ്യുക എന്നതാണ് പെരുന്നാളിൻ്റെ ആത്മാവ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണല്ലോ പെരുന്നാൾ നോമ്പ് നിഷിദ്ധമാക്കിയത്. ഒരാൾ പെരുന്നാളിൽ നോമ്പനുഷ്ഠിച്ചാൽ അത് പാപമായി രേഖപ്പെടുത്തുന്നത് അതുകൊണ്ടാണ്. ബന്ധങ്ങൾ പുതുക്കുക, സ്നേഹവും ഐക്യവും വളർത്തുക, സമാധാനവും നിർഭയത്വവും വർദ്ധിപ്പിക്കുക, കുടുംബ ബന്ധങ്ങൾ ചേർക്കുക, ഇതൊക്കെ പെരുന്നാളിൽ ഏറ്റവും പുണ്യകരമായ പ്രവൃത്തിയാണ്. ബലിപെരുന്നാൾ നമസ്കാരം കഴിഞ്ഞാൽ ബലികർമ്മങ്ങളിലേക്ക് പോവുക എന്നതാണ് സുന്നത്തായ കർമ്മമെന്ന് പറയുന്നത്. അതിനുശേഷം കുടുംബ ബന്ധങ്ങൾ ചേർക്കുക വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. ഇന്നത്തെ കാലത്ത് നമ്മളെല്ലാവരും ഏതെങ്കിലും ഒരു വീട്ടിൽ ഒരുമിച്ച് കൂടുകയോ ബന്ധുക്കളെ സന്ദർശിക്കുകയോ ചെയ്യൽ ഏറ്റവും പുണ്യകരമായ പ്രവൃത്തിയാണ്. പെരുന്നാൾ അതിൻ്റെ ഒരു നിമിത്തമായി നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതാണ്. ഇങ്ങനെ പെരുന്നാളിനെ ബന്ധങ്ങൾ പുതുക്കാനും സ്നേഹവും ഐക്യവും തമ്മിൽ പകർന്നു നൽകാനും അതുപോലെ ദരിദ്രരായ മനുഷ്യരെ കൂടുതൽ ചേർത്ത് നിർത്താനുമാണ് എല്ലാ ആഘോഷങ്ങളും. ഇസ്ലാം നമ്മോട് എല്ലാ ആഘോഷങ്ങളിലും ഉദ്ഘോഷിക്കുന്നത്.